മുത്തിത്വേ വരികൽപ്പിത ശശവൃതോ പത്മാ പുനർജന്മനാണ് ആത്മവേദ. നിങ്ങളെ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മറക്കരുത്. നിങ്ങളെ നാളും പേരും ഞങ്ങൾക്ക് ദയവായി അയച്ചു തരിക. നാളും നഷ്ടത്ത് അയച്ചിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ശുക്രന്റെ ഈ വർഷത്തെ രാശിമാറ്റത്തിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. 2025 10 രാശികൾക്കുള്ള ശുക്രൻ മാറി മാറി സഞ്ചരിക്കും. 10 തവണയിൽ 3 രാശിക്കാർക്ക് മാത്രമേ ശുക്രന്റെ ശരിയായിട്ടുള്ള ഫലം കിട്ടുകയുള്ളൂ. ജീവിതത്തിൽ സന്തോഷം, സമാധാനം, ധനപരമായ ഉയർച്ച ഇവയെല്ലാം ശുക്രന്റെ സഹായം കൊണ്ടാണ് നമുക്ക് ലഭിക്കുന്നത്. കളത്രം ശയനം കാമം കവിത്വം ഭോഗവും സുഖം മന്ത്രഞ്ച മന്ത്രിത്വം ശുക്രാൽ ഗീതം പശുക്ക. അപ്പൊ ശുക്രനാണ് കളത്രകാരൻ. ശുക്രനാണ് നമുക്ക് എല്ലാ സുഖങ്ങളും തരുന്നത്. നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട് തമാശന്, നിനക്കെന്താ ശുക്രനാണോ എന്ന്. ശുക്രൻ സ്വന്തം രാശിയിലും ശുക്രന്റെ ഉച്ചരാശിയിലും എത്തും. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ ആ രാശിയിൽ നിൽക്കുന്ന എല്ലാ ഗ്രഹങ്ങൾക്കും എല്ലാ നക്ഷത്രക്കാർക്കും അതിൻ്റെതായ ശരിയായ അനുഭവം നമുക്ക് കിട്ടുന്നതായിരിക്കും. ആദ്യമായിട്ട് മേടം രാശിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മേടം രാശിക്കാരായ അശ്വതിയും ഭരണിയും കാർത്തികക്കാലും ഈ 3 നക്ഷത്രക്കാരുടെ ഫലം നമുക്ക് ശുക്രനെ കൊണ്ടുതന്നെ വിചിന്തനം ചെയ്യാം. ബിസിനസ് ഉയരും. ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലികൾ ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ ഉണ്ടാവും. ആരോഗ്യം ഉത്തമമാണ്. നവഗ്രഹ ക്ഷേത്രത്തിൽ ശുക്രന് പ്രീതി വരുത്ത അത്യാവശ്യമാണ്. പുതിയ വീട് വെക്കും, പുതിയ വാഹനം വാങ്ങിക്കും, നഷ്ടപ്പെട്ടെന്ന് കരുതിയ പണം നമുക്ക് തിരികെ കിട്ടും. തുടങ്ങിക്കിടന്ന ലോൺ പാസ്സാവും. PSC കൊടുത്തിരുന്ന അപേക്ഷകൾ ഒട്ടുമുക്കാലും പാസ്സായി. പുതിയ ജോലികളിൽ ഇവർക്ക് പ്രവേശിക്കാം. വായനയിൽ വരുന്ന സംസാരം മാത്രം നമ്മൾ വാക്കിനെ നിയന്ത്രിക്കണം. അത് കുഴപ്പങ്ങൾ ഉണ്ടാകും. പൂർവിക സ്വത്ത് നമുക്ക് ലഭിക്കും. പിതൃ ദേവാലയങ്ങളിൽ അല്ലെങ്കിൽ പൂർവികരുടെ ദേവാലയ സന്ദേഹങ്ങളിൽ പോയി പ്രാർത്ഥിക്കണം. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടയാകും. അന്നദാനം നടത്താനുള്ള സന്മനസ്സുണ്ടാവും. പുതിയ വഴിപാടുകൾ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് പുതിയ അനുഭവങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും വരും. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഒന്നിനും എടുത്ത് ചാടരുത്. ഏത് കാര്യം ചെയ്യുമ്പോഴും ആലോചിച്ച് ചെയ്യാൻ. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലോ അതുപോലെയുള്ള പ്രവർത്തനങ്ങളിലോ സാമ്പത്തികം മുടക്കിയാൽ അത് വേസ്റ്റായി പോകും. മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വീട്ടിലുള്ള പ്രായമുള്ളവരും പറയുന്ന അവരുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഇതോടുകൂടി മേടം രാശിക്കാരുടെ ശുക്രന്റെ അനുഭവങ്ങളെ തീരുന്നു.